എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു സർവേ സ്കെച്ച് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയറാണ്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഓട്ടോകാഡിൻ്റെ 2016 വെർഷനാണ്. ഓട്ടോകാഡ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. അത് ഉബുണ്ടു ഉണ്ടെന്നുണ്ടെങ്കിൽ ലിബർകാഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട് അതിനകത്ത്, അതിലും ഇതേ രീതിയിൽ ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ലിബർകാഡിനകത്തും ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ആണ്. ഓട്ടോകാഡ് ആകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇതാണ് നമ്മൾ ഒരു സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന സ്കെച്ച്. ഇതിൽ ജില്ല, താലൂക്ക്, വില്ലേജ്, തിരുവനന്തപുരം, വർക്കല, ബ്ലോക്ക് നമ്പർ 1, സർവേ നമ്പർ 1. ഇതിന്റെ കോർഡിനേറ്റ്സ് നോക്കുക. തൊട്ട് താഴെ സ്കെച്ച്. ഈ സ്കെച്ച് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ 8 കോർഡിനേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ കോർഡിനേറ്റ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്കെച്ചിൽ നമ്മുടെ കോർഡിനേറ്റ്സ് 1. ഏതൊരു സ്കെച്ചിലും നോർമൽ ഇരിക്കുന്ന, അതായത് ഇപ്പോൾ സാധാരണ വില്ലേജിൽ ഡിജിറ്റൽ സർവേ ചെയ്തു വെച്ചിരിക്കുന്ന സ്കെച്ച് ആണെങ്കിലും ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഓരോ ബെൻഡിലും റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ബെൻഡിലും എഴുതിയിരിക്കുന്ന, ഒരു ഡോട്ടും കൊടുത്ത് എഴുതിയിരിക്കുന്ന പോയിന്റുകളെയാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് കണ്ടോ, സീരിയൽ നമ്പർ 1 മുതൽ 8 വരെയുള്ള ഈസ്റ്റ് ആൻഡ് നോർത്ത് കോർഡിനേറ്റ്സ് ആണ്. ആദ്യം നമ്മൾ ഈ കോർഡിനേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. കോർഡിനേറ്റ്സിന് സെലക്ട് ചെയ്യുക. ഇത് PDF ടൈപ്പ് ഫയൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിച്ചത് Ctrl+C ആണ്. കോപ്പി ആവും. എന്നിട്ട് നേരെ ഓട്ടോകാഡ് എടുക്കുക. ഓട്ടോകാഡ് എടുത്തിട്ട് Ctrl+V കൊടുക്കുക. ഇങ്ങനെയാണ് പേസ്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ മൗസ് പോയിന്റർ നിൽക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് ആവും. ഇതിൽ നമ്മൾ മൗസിലെ സ്ക്രോളിംഗ് ബാർ സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാകും. അതായത് ഫോണ്ടൊക്കെ ഒന്ന് മിസ്സായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നീട് റെഡിയാക്കി ഇടുക. അപ്പോൾ ഇവിടെ ആ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് വന്നു. ഇത് ഓട്ടോകാഡിന്റെ വിൻഡോയാണ്. കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് അവിടെ വന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതിയെടുത്തതിന് ശേഷവും ചെയ്യാം. കാരണം ഇത് നമ്മൾ ഇതേപോലെ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റേതെങ്കിലും ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ ടൈപ്പ് ചെയ്തിട്ടിട്ട് അതിനെ കോപ്പി ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇപ്പൊ അതിൽ പേസ്റ്റ് ചെയ്തിട്ടായാലും ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അടുത്തത് ചെയ്യേണ്ടത്, ഒരു ഓട്ടോകാഡിന്റെ വിൻഡോയിൽ നമ്മൾ കമാൻഡുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കമാൻഡ് ഉപയോഗിക്കാതെ, ഇപ്പോൾ തുടക്കക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമാൻഡ് ഉപയോഗിക്കാതെയും ചെയ്യാം. ഇവിടെ തൽക്കാലം നമ്മൾ പോയിന്റ് എന്നതിൻ്റെ, അവിടെ സ്ക്രീനിൽ നമ്മുടെ മൗസ് പോയിന്ററിന്റെ കൂട്ടത്തിൽ തന്നെ PO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ, കീബോർഡിനകത്ത് PO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മൗസ് പോയിന്ററിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു വിൻഡോ വരും. അവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനൊരു എക്സ്പാൻഷൻ വരും. കാരണം പോയിന്റ് എന്ന് പറയുന്ന കമാൻഡ് ഷോർട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ലൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ LIN എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലൈൻ ആയി. PO കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ സ്പെസിഫൈ എ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് 2 കോർഡിനേറ്റ്സ് കാണിക്കും. 2 കോർഡിനേറ്റ്സിൽ ഈസ്റ്റ് കോർഡിനേറ്റ്സും നോർത്ത് കോർഡിനേറ്റ്സും ആണ് അവിടെ വരുന്നത്. ആദ്യം നമ്മൾ ആ 1 എന്ന സീരിയൽ നമ്പറിൽ 7077987 ഡോട്ട് 96397 അത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞു, ഒരു കോർഡിനേറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോർഡിനേറ്റ് ടാബ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ലോക്കായിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗം ലോക്കായിട്ട് തൊട്ടപ്പുറത്തേക്ക് കഴ്സർ മാറും. അവിടെ 380.28.71.933 ഇത്രയും കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റത്തില്ല. എല്ലാ കോർഡിനേറ്റ്സും കൊടുത്ത് തീർന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കോർഡിനേറ്റ്സും ഒന്ന് കൊടുക്കുക, നോക്കുക.
അപ്പോൾ അത് എല്ലാ കോർഡിനേറ്റ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും PO എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇപ്പം തൊട്ട് മുൻപ് കൊടുത്ത കമാൻഡ് PO ആണ്. അതുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ കമാൻഡ് തന്നെ ഒന്നുകൂടി എക്സിക്യൂട്ട് ആവും. അങ്ങനെ ഏതൊരു കമാൻഡുകളെ നമുക്ക് ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എൻ്റർ കീ വീണ്ടും പ്രസ് ചെയ്താൽ മതി. വീണ്ടും ഞാൻ കൊടുക്കുന്നു 707059.5.3808526.3213. അങ്ങനെ നമ്മൾ അവസാനത്തെ പോയിന്റും കൊടുത്തു. ഇനി നമുക്ക് പോയിന്റുകൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എൻ്റർ, ഏറ്റവും അവസാനത്തെ പോയിന്റും കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. പോയിന്റുകളെല്ലാം ആയി. ഈ പോയിന്റുകൾ എവിടെയാണ് ക്രിയേറ്റ് ആയതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിനെ, അതായത് ഈ നമ്മൾ കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് വെച്ച ഇതിനെ മാത്രം ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു. അതായത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച ആ കോപ്പി ചെയ്ത് വെച്ച കോർഡിനേറ്റ്സിന്റെ ആ ടെക്സ്റ്റ് അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സൂം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ലെൻസിന്റെ ഒരു പടവും കൂടി വരും. അവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൂം എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത, നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ കൊടുത്ത പോയിന്റുകളെല്ലാം കുത്തുകളായി, അതായത് ഒരാകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയുള്ള ഒരു രൂപത്തിൽ അവിടെ വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ വെച്ചതിന് ശേഷം എസ്കേപ്പ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങ് മാറും. ഇവിടെ ആ കുത്തുകൾ നോക്കുക. ഈ കുത്തുകളെ യോജിപ്പിക്കുക എന്നതാണ് അവസാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അതിന് ലയൻ എന്ന കമാൻഡ് ഉപയോഗിക്കാം. എന്നിട്ട് ഓരോ പോയിന്റിലും കണ്ട, പോയിന്റിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ ആ നോഡ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. ക്ലിക്ക് ചെയ്യുക, ഒന്നാമത്തെ പോയിന്റ്. സ്കെച്ചും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ ആ ഷേപ്പ് മനസ്സിൽ ഓർമ്മയുള്ളതുകൊണ്ട് ഈ കീകൾ മാറാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷനും മാറി. ഒരു പോയിന്റ് നമുക്കിവിടെ മാറിപ്പോയി. ഇത് നമുക്ക് സബ്ഡിവിഷൻ ചെയ്യാം. ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ ഏരിയ കാണാം. ഇതിൽ നിന്നൊരു 5 സെൻറ്റോ അല്ലെങ്കിൽ 10 സെൻറ്റോ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് അളന്ന് തിരിച്ചു മാറ്റാം. ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാം. അതെല്ലാം വളരെ സിമ്പിളാണ്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പ്രിന്റ് എടുക്കാനും ഓട്ടോകാഡിൻ്റെ മറ്റ് ചില ഉപയോഗങ്ങൾ. ഓട്ടോകാഡിനകത്ത് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമുക്ക് വലിയ ഓട്ടോകാഡൊന്നും വലിയ പരിചയമുള്ള എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ഒന്നും ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെ നമുക്ക് മറ്റു പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് മതി നമുക്കൊരു സ്കെച്ച് വരച്ചെടുക്കാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെങ്ത് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കണ്ടോ, 32.48. ഇത് ഞാൻ ലെങ്ത് സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കിയതാണ്. 32.5 അല്ല, വളരെ പെർഫെക്റ്റ് അളവുകളായിരിക്കും. ഇത് റൗണ്ട് ചെയ്ത് എഴുതുന്നതാണ്. നമ്മുടെ സ്കെച്ചിനകത്ത് റൗണ്ട് ചെയ്ത് എഴുതുന്നതാണ്. നമുക്ക് അതേപോലെ അവിടെയും റൗണ്ട് ചെയ്ത് എഴുതാം. 12.6 എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ അളവ് നമുക്ക് നോക്കിയാൽ അത് 12.6 തന്നെയാണ്. അത് കൃത്യമാണ്. അപ്പൊ അങ്ങനെ ഓരോ സൈഡിലെ ഈ അളവുകൾ വരുന്ന ഈ എഴുതിയിരിക്കുന്ന അളവുകളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഭംഗിയായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് മറ്റ് ഓരോ വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഉപയോഗപ്പെടുന്ന, അതായത് എല്ലാവർക്കും വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി, നമസ്കാരം.